റെഡിയാണോ? പേനയൊക്കെ എടുത്ത് കൈ വെച്ചിട്ടുണ്ടോ? നമ്മൾ ഇന്ന് എടുക്കാൻ പോകുന്നത് അടുത്ത മെത്തേഡാണ്. എന്തിൻ്റെ? വെക്റ്റർ മൾട്ടിപ്ലിക്കേഷൻ്റെ രണ്ടാമത്തെ മെത്തേഡ്. ആദ്യത്തെ മെത്തേഡ് നമ്മൾ പഠിച്ചേ മെത്തേഡല്ല ടൈപ്പ്. ഞാൻ പിന്നെയും പറയാം, മെത്തേഡല്ല ടൈപ്പ്. മെത്തേഡാണെങ്കിൽ രണ്ടിനും ഒരേ ആൻസർ പറഞ്ഞായിരുന്നു. ഇതിന് രണ്ടിനും രണ്ട് ആൻസറാണ്. സ്കെയിലാർ പ്രൊഡക്റ്റിനും വെക്റ്റർ പ്രൊഡക്റ്റിനും. നമ്മൾ സ്കെയിലാർ പഠിച്ചു അല്ലേ? വെക്റ്റർ പഠിക്കാൻ പോവുക. ഓട്ടോമാറ്റിക്കായിട്ട് മനസ്സിൽ സംശയം ഉണ്ടാവും, എന്തിനാ ഈ രണ്ടെണ്ണം പഠിക്കണേ അല്ലേ? എവിടെയാണ് ആപ്ലിക്കേഷൻ, എവിടെ നമ്മൾ ഉപയോഗിക്കും എന്നൊക്കെ. അത് നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലായാലും മക്കളെ. അത് നമ്മൾ കാരണം അഞ്ചാം പാഠത്തിൽ നമ്മൾ ആറാം പാഠം വർക്ക് എനർജി പവർ ആറാം പാഠമല്ലേ? ആറാം പാഠത്തിൽ നമ്മൾ സ്കെയിലാർ പ്രൊഡക്റ്റും റൊട്ടേഷൻ മോഷൻ എന്താ ഏഴാം പാഠമാണ്. ഏഴാം പാഠത്തിൽ നമ്മൾ വെക്റ്റർ പ്രൊഡക്റ്റും യൂസ് ചെയ്യുന്നുണ്ട്. ഞാൻ നിങ്ങൾക്ക് മനസ്സിലാവില്ലെന്ന് അറിയാം, എന്നാലും ഞാനൊന്ന് ഇപ്പം തന്നെ പറഞ്ഞുതരാം. രണ്ടും പ്രൊഡക്റ്റാണ് അല്ലേ? മൾട്ടിപ്ലിക്കേഷനാണ്. ആരുടെ? രണ്ട് വെക്റ്ററിൻ്റെ. വെക്റ്റർ ഏതൊക്കെയാണ്? ഫോഴ്സ്, ഡിസ്പ്ലേസ്മെന്റ്, ആക്സിലറേഷൻ, മൊമെന്റ് അല്ലേ? ടോർക്ക്. ഇത്ര മതി. ഇന്നത്തേക്ക് ഇത്ര മതി. നോക്കി, വർക്ക് ഡൺ. വർക്ക് കേട്ടിട്ടുണ്ടോ? ഫിസിക്സിലെ ഒരു ടേമാണ് വർക്ക്. വർക്കിന്റെ ഇക്വേഷൻ ആണ് ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ്. ചില അടിപൊളി ഫിസിക്സ് ഒക്കെ അറിയാവുന്ന ആൾക്കാർ പറയും ഡിസ്പ്ലേസ്മെന്റ് അലോങ് ദി ഡയറക്ഷൻ ഓഫ് ഫോഴ്സ്. അത് പറഞ്ഞപ്പോൾ ഞാൻ ആരായി? അതൊക്കെ അവിടെ നിൽക്കണം. അതൊക്കെ നമുക്ക് ആ പാഠത്തിൽ പഠിക്കാം. തൽക്കാലം ആലോചിക്ക്. വർക്ക് ഈസ് ഈക്വൽ ടു ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ്. നോക്കിയേ, ഫോഴ്സ് വെക്റ്റർ അല്ലേ, ഡിസ്പ്ലേസ്മെന്റ് വെക്റ്റർ അല്ലേ? കേട്ടോ, ഫോഴ്സും ഡിസ്പ്ലേസ്മെന്റ് അവിടെ നിൽക്കട്ടെ. വേറൊരു സാധനമാണ് ടോർക്ക്. ടോർക്ക് ഇതേപോലെ വേറൊരു സാധനമാണ് ടോർക്ക്. ആദ്യം ഈ സാധനം എന്താണെന്ന് പറയാം. വർക്ക്. ഒരു ബോഡി ഇവിടെ ഇരിപ്പുണ്ട്, താഴെ ഒരു ബോഡി ഇവിടെ ഇരിപ്പുണ്ട്. ഈ ബോഡിയിലേക്ക് ഞാൻ എഫ് ഫോഴ്സും കൊണ്ട് പിടിച്ച് വലിക്കുക. അപ്പോൾ ഈ ബോഡി, ഇവിടെ ഇരുന്ന ബോഡി ഇങ്ങനെ പോയിട്ട് ഇവിടെ പോയിരുന്നു. എത്ര ഡിസ്റ്റൻസ് പോയേ? ഇത്രയും ഡിസ്റ്റൻസ്. അങ്ങനെയാണെങ്കിൽ ഈ ബോഡി അല്ലെങ്കിൽ ഈ മനുഷ്യൻ പിടിച്ച് വലിക്കലേ, അവൻ ചെയ്ത വർക്ക് ഡൺ എത്രയെന്നറിയോ? വർക്ക് ഈസ് ഈക്വൽ ടു ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ്. ഓക്കെ, ഇതേ മനുഷ്യൻ ഇതേ ബോഡിയിൽ ഇപ്രാവശ്യം പിടിച്ച് വലിക്കുന്നത് ഇങ്ങോട്ടേക്കല്ല, പകരം ഇങ്ങോട്ട്. കേട്ടോ, ഇങ്ങോട്ട്. നേരത്തെ എങ്ങനെയാണ്? നേരെ പിടിച്ച് വലിച്ചേ? അല്ല, ഇങ്ങനെ പിടിച്ച് വലിച്ചേ. ഇവിടെ ഇവൻ ഇങ്ങോട്ടാണ് പിടിച്ച് വലിക്കുന്നത്. അതായത് ഈ ഹൊറിസോണ്ടലായിട്ട് തീറ്റ ആംഗിളുണ്ട്. ഇവിടെ നോക്കി, ഈ എഫ് ഫോഴ്സും കൊണ്ടാണ് ഇവൻ പിടിച്ച് വലിക്കുന്നത്. ബോഡി എങ്ങോട്ടാണ് നീങ്ങി? ഭയങ്കര വെയിറ്റ് ആയി, ഭയങ്കര കറ പൊങ്ങല. പകരം നേരെ പോയിട്ട് ഇപ്രാവശ്യം ഉണ്ടല്ലോ ഇത് ഇവിടെ വരെ പോയിട്ടുള്ളൂ. കേട്ടോ, ഇത് ഇവിടെ വരെ. ഇപ്രാവശ്യത്തെ ഇത് D1 എടുത്തു, ഇത് D2, ഇതെന്താ D2. ഇപ്പം ഇവൻ ചെയ്ത വർക്ക് എത്രയാണ്? വർക്ക് ഈസ് ഈക്വൽ ടു ഫോഴ്സ് ഇൻറ്റു ഡിസ്റ്റൻസ്. പക്ഷെ നോക്കി, എനിക്ക് എടുക്കാൻ പറ്റുമോ? കാരണം ഈ ഫോഴ്സിൻ്റെ മൊത്തം ഇന്ന് അപ്ലൈ ചെയ്ത മൊത്തം ഫോഴ്സ് ഇതിന് കിട്ടിയോ? ഇതിന് കിട്ടിയില്ലെന്നേ. അപ്പോൾ കുറച്ച് ഫോഴ്സ് എവിടെ പോയി? ഇവിടെ നോക്കിയേ, ഈ ഫോഴ്സിനെ ഞാൻ ഇത് വെക്റ്റർ അല്ലേ, ഇത് തീറ്റ അല്ലേ, ഞാൻ ഈ ഫോഴ്സിനെ രണ്ടായി തിരിക്കുക. ഒരെണ്ണം ഇങ്ങോട്ടും ഒരെണ്ണം ഇങ്ങോട്ടും. വെക്റ്റർ റെസൊല്യൂഷൻ. തീറ്റയ്ക്ക് അടുത്തുള്ള ഭാഗം എഫ് കോസ് തീറ്റ, തീറ്റയ്ക്ക് ഓപ്പോസിറ്റ് ഉള്ള ഭാഗം എഫ് സൈൻ തീറ്റ. ഇത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. മനസ്സിലായില്ലെങ്കിൽ നമ്മുടെ വെക്റ്റർ റെസൊല്യൂഷൻ ഉള്ള വീഡിയോയിലെ അതുപോലെ നോക്കിയിട്ട് തിരിച്ചു പോകാം കേട്ടോ. നോക്കി, ഇതേ പ്ലസ് ഇതാണ് ഇപ്പം ഇത്. അങ്ങനെയാക്കി എനിക്ക്
എനിക്ക് പറയാം എഫ് കോസ് തീറ്റയാണ് ഇവിടെ വർക്ക് ചെയ്തത്. എഫ് സൈൻ തീറ്റ അപ്പം എന്നാ ചെയ്തു നോക്കി, ഇതുണ്ട് ഒരു കസേരയാണ്. ഈ കസേരയെ ഞാൻ ഇങ്ങനെ നേരെ വരച്ചാൽ അവൻ നേരെ പോരും. ഞാൻ ഇച്ചിരി ചെരിച്ച വരയ്ക്കുന്നത് കണ്ടല്ലോ, അവൻ കുറച്ച് ഭാഗം കാല് നീങ്ങി വരും, കുറച്ച് ഒരു ഈ കാല് പൊങ്ങുന്നുണ്ട്, ചെറുതായിട്ട് പൊങ്ങുന്നുണ്ടോ. അതായത് ഞാൻ ഇങ്ങനെ പിടിച്ച് വരയ്ക്കുമ്പോൾ ഈ ഫോഴ്സിൻ്റെ ഒരു ചെറിയൊരു ഭാഗം എന്നാ ചെയ്യുന്നത്, ഇതിൻ്റെ ഹൈറ്റ് കൂട്ടാനാണ് ശ്രമിക്കുന്നത് കേട്ടോ. ഈ ഭാഗമാണ് ഇവിടെ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ എനിക്കിവിടെ ഇങ്ങനെ പറയാൻ പറ്റില്ല, പകരം ഫോഴ്സ് ഇൻറ്റു ഫോഴ്സിൻ്റെ കോസ് തീറ്റ കമ്പോണൻറ്റ് ഇൻറ്റു d2 അങ്ങനെ പറയാം. എഫ് d2 കോസ് തീറ്റ. വർക്ക് എന്ന് പറഞ്ഞാൽ ഞാൻ ചെയ്ത വർക്ക് ഞാൻ നോക്കി, ഞാൻ വർക്ക് ചെയ്തു, ഇത്ര എനർജി ഞാൻ ചെയ്തു. ഈ എനർജി അവിടെ പോയി, അത് അവൻ്റെ ഇവിടെ നോക്കി. നമ്മൾ വർക്ക് എനർജി തീരാൻ പഠിച്ചിട്ടില്ലേ? ഒരു കല്ലെടുത്ത് ഞാൻ ഒരു ഹൈറ്റിൽ ഞാൻ ഇവിടെ കൊണ്ടുപോയി വെച്ചാൽ, ഈ ഹൈറ്റിനെ കൊണ്ട് ഇവിടെ കൊണ്ടുപോയി, ഈ കല്ലിനെ കൊണ്ട് ഇവിടെ കൊണ്ടുപോയി വെച്ചാൽ ഇവൻ്റെ പൊട്ടൻഷ്യൽ എനർജി മാറി, mgh എന്ന പൊട്ടൻഷ്യൽ എനർജി കിട്ടും. ഇത് 10ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. അറിയത്തില്ലെങ്കിൽ വിട്ടോ ഒഴിച്ചോ, ഒരു കുഴപ്പമില്ല. നോക്കിക്കോ, ഇവിടുത്തെ കല്ലെടുത്തിട്ട് ഇവിടെ കൊണ്ടുപോയി വെച്ചു, എത്ര എനർജി കിട്ടി? mgh കിട്ടി. നമുക്കറിയാം ഊർജ സംരക്ഷണ നിയമം, എനർജി കൺസർവേഷൻ ലോ എന്നതാ, എനർജി ക്യാൻ ബി നെയ്തർ ബി ക്രിയേറ്റഡ് നോർ ബി ഡിസ്ട്രോയ്ഡ്. പക്ഷെ ഇവിടെ എനർജി കിട്ടി. ഈ എനർജി ആരാ കൊടുത്തേ? ഈ കല്ലെടുത്ത് വെച്ചാലാണ് കൊടുത്തത്. അതായത് ഇവിടുത്തെ ഈ എനർജി ഉണ്ടല്ലോ, ഈ എനർജി, ഈ വർക്ക് ഡൺ എന്ന് പറയുന്ന സാധനം സ്കെയിലാറാണ്. അതിന് ഡയറക്ഷൻ ഒന്നുമില്ല. ഇതേ വർക്ക് അവൻ ഇങ്ങോട്ട്, ഇതേ ഫോഴ്സ് അവൻ ഇങ്ങോട്ട് കൊടുത്തിട്ട് ചെയ്താലും സെയിം എനർജിയാണ്, ഡയറക്ഷനെ ബാധിക്കുന്നില്ല കേട്ടോ. അതുകൊണ്ട് ഈ സാധനം എന്നതാ, സ്കെയിലാർ. ഇതാണ് നമ്മുടെ എന്ത്, സ്കെയിലാർ പ്രൊഡക്റ്റ്. സ്കെയിലാർ പ്രൊഡക്റ്റ് നമ്മൾ ഇന്നലെ പഠിച്ചു. സ്കെയിലാർ പ്രൊഡക്റ്റ് എൻ്റെ ആൻസർ എന്നാ കിട്ടുന്നത്? ഒരു സ്കെയിലാർ വാല്യൂ, ഒരു 50 ജൂൾ വർക്കിന് എനർജി എന്ന ജൂൾ. കഴിഞ്ഞ മുമ്പത്തെ വർഷത്തെ PSC ക്വസ്റ്റ്യനാണ്. പ്രവൃത്തിയുടെ യൂണിറ്റ് വാട്ടോ. അപ്പം നോക്കി, പ്രവൃത്തിയുടെ യൂണിറ്റ് എന്നാ ജൂൾ. അപ്പം നോക്കി, അതൊരു വാല്യൂ നമുക്ക് കിട്ടുന്നത് 50 ജൂൾ, 100 ജൂൾ, 15 ജൂൾ, 25 ജൂൾ. അതാണ് ഈ സ്കെയിലാർ പ്രൊഡക്റ്റ്. ഇവിടെ ഞാൻ ഗുണിച്ച ആരൊക്കെയാണ്? ഫോഴ്സിനെയും ഡിസ്പ്ലേസ്മെന്റിനെയും. 2 വെക്ടറിനെ അല്ലേ? അപ്പോൾ 2 വെക്ടറിനെ ഗുണിച്ചപ്പോൾ എൻ്റെ ആൻസർ എന്നാ കിട്ടിയത്? വർക്ക്. അച്ഛേ സ്കെയിലാർ. അപ്പോൾ ആ സ്കെയിലാർ ആൻസർ എന്നാ സ്കെയിലാർ. ഇതിനെ പറഞ്ഞവരാണ് എന്ത്? സ്കെയിലാർ പ്രൊഡക്റ്റ്. നമുക്ക് അടുത്ത് നോക്കാം, ടോർക്ക് എന്നതാണ്. ടോർക്ക് മനസ്സിലാക്കണമെങ്കിൽ സയൻറ്റിസ്റ്റിൻ്റെ ബോട്ടിലാണ്. ഇപ്പം എല്ലാവർക്കും അറിയാമല്ലോ അല്ലേ ഈ സാധനം? പണ്ട് ആർക്കും അറിയില്ല. എൻ്റെ 2 പേരിലാണേ. ഞാൻ ഇവിടെ ഒരു ഫോഴ്സിന് പകരം ഞാൻ 2 ഫോഴ്സ് അപ്ലൈ ചെയ്യുക. എങ്ങനെയോ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ഫോഴ്സസ്. ഇത് ഇങ്ങോട്ട് നോക്കി, ഇവിടെ ഒരു കമ്പി ഇരിപ്പുണ്ട്. ഒരുത്തൻ ഇങ്ങോട്ട് തള്ളും, വേറൊരുത്തൻ ഇവിടുന്ന് ഇങ്ങോട്ട് പോകും. അപ്പോൾ ഈ സാധനം എന്ത് ചെയ്യും? കറങ്ങില്ലേ? ഇവിടെ പിടിച്ച് ഒരു ആണി എടുത്ത് അടിച്ചു വെച്ചേക്കുക, അല്ലെങ്കിൽ ഇവിടെ ഒരു കമ്പിട്ടിട്ട് കെട്ടി വെച്ചേക്കുക കേട്ടോ. പക്ഷെ റൊട്ടേറ്റ് ചെയ്യാൻ പറ്റും. ഇന്ന് തള്ളിയാൽ എന്ത് ചെയ്യും? ഇപ്പം കറങ്ങില്ലേ? ഇനി ഒരുത്തൻ ഇവിടെ തള്ളാണ്, ഒരുത്തൻ ഇവിടെ തള്ളാണ്. ഇത് സാധനം എന്ത് ചെയ്യും? മുടിഞ്ഞു പോകും അല്ലേ? അപ്പം ഞാൻ എന്ത് ചെയ്യോ, ഞാൻ ഇവിടുന്ന് ഒരുത്തൻ ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നുണ്ട്, ഇവിടുന്ന് വേറൊരുത്തൻ അപ്ലൈ ചെയ്യുന്നുണ്ട്. ഈ സാധനം എന്ത് ചെയ്യും? കറങ്ങില്ലേ? ഇത് ഇങ്ങോട്ട് നോക്കിയോ, വെറും കറക്കമല്ല, ആ കറക്കത്തിന് ഒരു പ്രത്യേകതയുണ്ട്. ശ്രദ്ധിച്ചിട്ടോ? ഇങ്ങനെ പിടിക്കാം, അടപ്പാണേ. നോക്കിയോ, ഈ വിരലുകൊണ്ട് അങ്ങോട്ടും, ഈ വിരലുകൊണ്ട് അങ്ങോട്ടും, ഈ വിരലുകൊണ്ട് ഇങ്ങോട്ടും പിടിക്കുക കേട്ടോ. നോക്കിയോ, നോക്കി എങ്ങോട്ടാ പറഞ്ഞത്? ഞാൻ ഇങ്ങനെ തുറന്നപ്പോൾ കുപ്പിയുടെ അടപ്പ് തുറന്നു വന്നു അല്ലേ? ഇത് നോക്കും. ഞാൻ ഇപ്പം ഇങ്ങനെ അപ്ലൈ ചെയ്താൽ ഞാൻ തിരിച്ച് അപ്ലൈ ചെയ്യുക. ഇവൻ താഴേക്കും ഇവൻ മുകളിലേക്കും. പിന്നെ എങ്ങോട്ട് പോയി? താഴേക്ക് പോയി. വീണ്ടും കുപ്പി, ഏതായാലും കുപ്പി എടുത്തിട്ടേ തുറന്നു നോക്ക്, അടച്ചു നോക്ക്, അടച്ചു നോക്ക്, തുറന്നു നോക്ക്. അപ്പോൾ നോക്കി, 2 സിറ്റുവേഷനിലും ഞാൻ ഇങ്ങനെ അപ്ലൈ ചെയ്തപ്പോൾ, ഇവൻ താഴേക്കും ഇവൻ മുകളിലേക്കും അപ്ലൈ ചെയ്തപ്പോൾ, ഇങ്ങനെ അപ്ലൈ ചെയ്തപ്പോൾ കുപ്പിയുടെ അടപ്പ് തുറന്നു വന്നു. ഞാൻ
ഈ കുപ്പിയുടെ ഇവിടെ നിങ്ങടും ആയിരുന്നപ്പോഴോ ഇങ്ങനെ ആയിരുന്നപ്പോഴോ നോക്കി എങ്ങനെയാണ് നോക്കി ഇങ്ങനെ ആയിരുന്നപ്പോൾ നിങ്ങൾ അവിടെ നിന്ന് നോക്കുന്നെങ്കിൽ ഇങ്ങനെ ഞാൻ ഫോഴ്സ് അപ്ലൈ ചെയ്തപ്പോൾ കുപ്പി അടപ്പ് തുറന്നു വന്നു. ഞാൻ ഇങ്ങനെ അടച്ചപ്പോഴോ ഇങ്ങനെ കാണിച്ചപ്പോഴോ അടഞ്ഞു കുപ്പിയുടെ അടപ്പ്. ഞാൻ എത്ര എനർജി ഉപയോഗിച്ചു? ഇവിടെ എന്തായാലും കിട്ടിയേ? ഇവിടെ വർക്ക് കണ്ടുപിടിച്ചില്ല. അതേപോലെ ഇവിടെ നമ്മൾ വേറൊരു സാധനം കണ്ടുപിടിക്കുന്നുണ്ട്, ടോർക്ക്. ഇതാണ് ഒരു ഫോഴ്സ് കേട്ടോ. സെയിം ഫോഴ്സ് എവിടെ കൊടുക്കുന്നത് എഫ് ഇവിടെ വേറെ ആയിക്കോട്ടെ, തുറക്കാൻ വേണ്ടി വേറെ ഫോഴ്സ് എന്തായാലും ആയിക്കോട്ടെ. ഈ ഫോഴ്സ് ഇൻറ്റു അവരുടെ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആണ് ടോർക്ക്. ടോർക്ക് ഈസ് ഈക്വൽ ടു ഫോഴ്സ് ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഡി. ഇവർ തമ്മിലുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്. ടോർക്ക് ഈസ് ഈക്വൽ ടു ഫോഴ്സ് ഇൻറ്റു ഡിസ്റ്റൻസ്. വെക്ടർ അല്ലേ? ഇവിടെയും വെക്ടർ അല്ലേ? രണ്ടിടത്തും വെക്ടറാണ് ഫോഴ്സിന്റെ ഡിസ്പ്ലേസ്മെന്റ്. പക്ഷെ ഇതിന്റെ റിസൾട്ടന്റിന് ഒരു പ്രത്യേകതയുണ്ട്. റിസൾട്ടന്റിന് ഇവിടെ ഡയറക്ഷൻ ഉണ്ട് കേട്ടോ. ഇവിടെ നിന്ന് അപ്ലൈ ചെയ്ത് ഇവിടെ ഞാൻ കൊടുത്തപ്പോൾ ഇവൻ എന്ത് ചെയ്തു? ഇവൻ ഇങ്ങോട്ട് വന്നു, ഞാൻ തിരിച്ചു കൊടുത്തപ്പോഴോ അങ്ങോട്ട് പോയി. ഇവിടെ അങ്ങനെ ഒന്നുമില്ല. ഞാനിവിടെ ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ് ഇവിടുത്തെ ഈ ഒരു കാര്യത്തിൽ എൻ്റെ ആൻസർ എന്ന് പറഞ്ഞാൽ അതിൽ ശേഖരിച്ച് വെച്ചേക്കുന്ന എനർജിയാണ്. എനർജിക്ക് ഡയറക്ഷൻ ഉണ്ടോ? ഇല്ല. പക്ഷെ ഇവിടുത്തെ എൻ്റെ റിസൾട്ടിന് ഡയറക്ഷൻ ഉണ്ട്. ഗുണിക്കുന്ന ആരെയൊക്കെയാണ്? രണ്ട് വെക്ടറെയാണ്. അവിടെ രണ്ട് വെക്ടറെയാണ്. അവിടെ സ്കേലാറ്, ഇവിടെ വെക്ടർ. കാരണം എൻ്റെ ഫലം, എൻ്റെ റിസൾട്ട് അതിനെന്തുണ്ട്? ഡയറക്ഷൻ ഉണ്ട്. ഒന്നുകിൽ പുറത്തേക്ക് അല്ലെങ്കിൽ അകത്തേക്ക്. നോക്കിയോ, ഇനി ഞാൻ ഡയറക്ഷൻ എങ്ങനെ കാണുന്നു നോക്കിയോ. ഇതല്ലേ ഇവർ തമ്മിലുള്ള ഡിസ്റ്റൻസ്. ഈ സാധനം എങ്ങോട്ടാ പോയേക്കുന്നത്? ഫോഴ്സ് അങ്ങോട്ടല്ലേ പോയേക്കണേ. അപ്പോൾ ഇവനെങ്ങോട്ട് പോയി, ഇവൻ താഴേക്ക് വന്നു അല്ലേ? അതിൻ്റെ ഡയറക്ഷനിലേക്ക് കൈമടക്ക്. അപ്പോൾ ഈ സാധനം എങ്ങോട്ടാണ് നിൽക്കുന്നത്? പുറത്തേക്ക് അല്ലേ? ക്ലോക്ക് എങ്ങനെയാ ഓടുന്നത്? 1 1 3 6 9 12 അല്ലേ? ഒന്ന് ഇവിടെയാണ് അല്ലേ? 12 3 6 9. ക്ലോക്ക് ഇങ്ങോട്ടല്ലേ ഓടുന്നത്? ഇതാണ് ക്ലോക്ക് വൈസ്. അപ്പൊ ഇതോ ആന്റി ക്ലോക്ക് വൈസ്. ഇതോ കൈ വെച്ചോ. ഓ ഇത് എങ്ങനെ മടക്കും? ഓ ഇങ്ങോട്ട് വെക്കണം. എന്നല്ല കൈ മടക്കാൻ പറ്റുള്ളൂ. ഈസി ആയിട്ട് മടക്കണം. ഇത് ഇങ്ങനെ മടക്കാൻ പറ്റില്ല. അപ്പൊ കൈ അങ്ങോട്ട് വെച്ചോ. ഇങ്ങനെ ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നത് ഇവന്റെ ബോട്ടിലേക്ക് അല്ലേ? അപ്പോൾ ഇങ്ങോട്ട് മടക്കുമ്പോൾ ഇവൻ അങ്ങോട്ട്. ഇതാണ് ക്ലോക്ക് വൈസ് ഡയറക്ഷൻ, ഇതാണ് ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. ഇത് കുപ്പി തുറക്കുന്നത്, ഇത് കുപ്പി അടയ്ക്കുന്നത്. ഡയറക്ഷൻ കണ്ടോ? ഈ രണ്ട് മൾട്ടിപ്ലിക്കേഷന് ഡയറക്ഷൻ കിട്ടിയോ? അതിന്റെ റിസൾട്ടിന് ഡയറക്ഷൻ ഉണ്ടോ? ഇവരുടെ ഡയറക്ഷൻ ഇല്ലല്ലോ. ഇതാണ് സ്കെയിലാർ പ്രൊഡക്റ്റ്. അങ്ങനെ പറഞ്ഞവരാണ് വെക്റ്റർ പ്രൊഡക്റ്റ്. വെക്റ്റർ പ്രൊഡക്റ്റ് ഇവിടെ എഴുതുന്നുണ്ടല്ലോ. സ്പെല്ലിങ് പലപ്പോഴും മിസ്റ്റേക്ക് ആയിപ്പോകും. കഴിഞ്ഞ വീഡിയോയിലും മിസ്റ്റേക്ക് പറ്റിയായിരുന്നു അല്ലേ? ശരി, അപ്പൊ നമുക്ക് ഇവരെങ്ങനെ കണ്ടുപിടിക്കാൻ നോക്കാം. ഇപ്പൊ നിങ്ങൾക്ക് ഏകദേശം കാര്യം മനസ്സിലായല്ലോ. രണ്ടു തരം പ്രൊഡക്റ്റ് ഉണ്ട്. ഒരെണ്ണത്തിൽ സ്കെയിലാർ ആണ്, അതിന്റെ ആൻസർ സ്കെയിലാർ വാല്യൂ കിട്ടുന്നത്, അതുകൊണ്ടാണ് അങ്ങനെ ആയത്. മറ്റേതിൽ രണ്ടുപേരും തമ്മിൽ ഗുണിക്കാൻ നേരത്ത് എൻ്റെ ആൻസറിൽ ഡയറക്ഷൻ ഉള്ളത് കൊണ്ട് എൻ്റെ ആൻസർ എന്തായിരിക്കും? ഡയറക്ഷൻ ഉള്ളതിനെ പറഞ്ഞവരാണ്, ഡയറക്ഷനും മൈൻഡുള്ളതിനെ പറഞ്ഞവരാണ് എന്ത്? വെക്ടർ. അപ്പൊ എൻ്റെ ആൻസർ എന്തായിരിക്കും? വെക്ടർ ആയിരിക്കും. അതായത് ഞാനിപ്പോൾ ഒരു വെക്ടർ ഉണ്ടെന്ന് വിചാരിച്ചു. വെക്ടർ A is equal to 2i plus 3j plus 4k. വേറെ വെക്ടറാണ് B വെക്ടർ is equal to എളുപ്പമുള്ള 3i plus 2j plus 5k. ഈ രണ്ട് വെക്ടർ ഉണ്ടെന്ന് വിചാരിച്ചു. ഇവർ തമ്മിൽ ഞാൻ വെക്ടർ പ്രൊഡക്റ്റ് ചെയ്താൽ എൻ്റെ ആൻസർ എന്തായിരിക്കും? വെക്ടർ ആയിരിക്കും. കാരണം അതിന് ഡയറക്ഷനും ഉണ്ട്. ഇതേപോലെ തന്നെ ആയിരിക്കും അതിൻ്റെ റിസൾട്ട്. ഓക്കെ, നമുക്ക് പണിയാം. ഇതെങ്ങനെ വെക്ടർ പ്രൊഡക്റ്റ് ആദ്യം എഴുതും നോക്കാം. സ്കെയിലർ പ്രൊഡക്റ്റ് വെക്ടർ എ ഡോട്ട് വെക്ടർ ബി അല്ലേ? സ്കെയിലർ പ്രൊഡക്റ്റ് വെക്ടർ പ്രൊഡക്റ്റ് എഴുതുന്നത് ഇവിടെ ഒരു ഇൻഡിവിജ്വൽ, ഇതിനെ വായിക്കുന്ന ക്രോസ്. അപ്പൊ വെക്ടർ പ്രൊഡക്റ്റിന്റെ വേറൊരു പേരാണ് ക്രോസ് പ്രൊഡക്റ്റ്. അത് ചെയ്യാൻ വേണ്ടി നോക്കിയോ എങ്ങനെ ചെയ്യുന്നു നോക്കിയോ. ഇതിന്റെ ഇക്വേഷൻ ആണ്, ഫണ്ടമെന്റൽ ഇക്വേഷൻ ആണ് വെക്ടർ എ മാഗ്നിറ്റ്യൂഡ് ഓഫ് വെക്ടർ എ മാഗ്നിറ്റ്യൂഡ് ഓഫ് വെക്ടർ ബി ഡോട്ട് പ്രോഡക്റ്റ് ആണ്. എന്താ വരുമായിരുന്നു? മാഗ്നിറ്റ്യൂഡ് ഓഫ് എ മാഗ്നിറ്റ്യൂഡ് ഓഫ് ബി
കോസ് തീറ്റ. ഇവിടെ മാഗ്നിറ്റ്യൂഡ് ഓഫ് എ മാഗ്നിറ്റ്യൂഡ് ഓഫ് ബി എന്ത് വരും? സൈൻ തീറ്റ. ഇത്രയും എഴുതിയാൽ എൻ്റെ ആൻസർ ആയിരിക്കും സ്കെയിലർ ആയിരിക്കും. കാരണം അറിയോ, മാഗ്നിറ്റ്യൂഡ് ഓഫ് എ ഒരു വാല്യൂ ആണ് 10 റൂട്ട് ഓഫ് 2 സ്ക്വയർ പ്ലസ് 3 സ്ക്വയർ പ്ലസ് 4 സ്ക്വയർ. മാഗ്നിറ്റ്യൂഡ് ഓഫ് ബി റൂട്ട് ഓഫ് 3 സ്ക്വയർ പ്ലസ് 2 സ്ക്വയർ പ്ലസ് 5 സ്ക്വയർ. രണ്ട് വാല്യൂ ആണ്. 10ഉം 20ഉം വിചാരിച്ചു. 10 × 20 സൈൻ തീറ്റ എത്രയാണ്? ഒരിടയിലുള്ള ആംഗിൾ 45 ആണെങ്കിൽ സൈൻ തീറ്റ എന്നാ വരും? എത്ര വരും? 1/√2. അപ്പോൾ എൻ്റെ ആൻസർ എന്നാ കിട്ടും? സ്കെയിലർ കിട്ടും. പക്ഷേ എൻ്റെ ആൻസർ വെക്ടറാണ്, എനിക്കറിയാം, കാരണം ഇത് വെക്ടർ പ്രൊഡക്റ്റാണ്. എന്നെ വെക്ടർ ആക്കാൻ വേണ്ടി ഞാൻ ഒരു എൻ ക്യാപ് എന്നതാ എൻ ക്യാപ്പ് ഇടുന്ന ആരെയാ? യൂണിറ്റ് വെക്ടർ. അപ്പോൾ എൻ ആരാ? എൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ കുറച്ച് മുമ്പ് കണ്ടില്ലേ, ഒരു ഫോഴ്സ് ഇവിടെയുണ്ട്, വേറൊരു ഫോഴ്സ് ഇവിടെയുണ്ട്. ഒരു ഫോഴ്സ് ഇവിടെയുണ്ട്, വേറൊരു ഫോഴ്സ് ഇവിടെയുണ്ട്. നമ്മൾ എങ്ങോട്ട് നോക്കി, ഇതിൻ്റെ റിസൾട്ടൻ്റ് എങ്ങോട്ടായിരിക്കും? എങ്ങോട്ടേക്കാ? ഇങ്ങോട്ട്. റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ. ഫോഴ്സ് ആണ് ഈ ഫോഴ്സ്. ഞാൻ കറക്റ്റ് ഇങ്ങനെ. എൻ്റെ റിസൾട്ടൻ്റ് എങ്ങോട്ടായിരിക്കും? ഇങ്ങോട്ടേ. കുപ്പിയുടെ അടപ്പ് തുറന്നു വരുന്നത് പുറത്തേക്കാണ്. അപ്പോൾ ആ തുറന്നു വരുന്ന ആ ഡയറക്ഷനില്ലേ എങ്ങോട്ടേക്കാ? ഇങ്ങോട്ട്. ഈ ഫോഴ്സ് ഒക്കെ ആക്ട് ചെയ്തത്, ഫോഴ്സും ഡിസ്പ്ലേസ്മെൻ്റ് ഒക്കെ ആക്ട് ചെയ്യുന്ന ഈ പ്ലെയിനില്ലേ, ഈ ബോർഡിൻ്റെ പ്ലെയിൻ, അതിന് പുറത്തേക്കല്ലേ എൻ്റെ റിസൾട്ട് വരുന്നത്, അല്ലേ? ആ ഡയറക്ഷനിലുള്ള ആ നോർമൽ എന്നുള്ള വാക്കാണെന്നറിയോ? ഏതെങ്കിലും ഒരു പ്ലെയിനിന് പെർപെൻഡിക്കുലർ ആയിട്ടൊരു വരയുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു ലൈൻ ഉണ്ടെങ്കിൽ അതിനെ പറഞ്ഞാൽ നോർമൽ പെർപെൻഡിക്കുലർ. അത്രേ ഉള്ളൂ. അപ്പോൾ ഇത് കണ്ടോ, എൻ്റെ റിസൾട്ട് എങ്ങോട്ടേക്കാ? പുറത്തേക്കല്ലേ? ആ പുറത്തേക്കുള്ള ഈ ലൈനിൻ്റെ ആ ലൈനിലെ ഒരു യൂണിറ്റ് വെക്ടറിനെ പറഞ്ഞ പേരാണ് എൻ. കണ്ടോ, യൂണിറ്റ് വെക്ടർ. ഓർമ്മയുണ്ടോ? പിന്നെയും പറയും, വീഡിയോ സ്കിപ്പ് ചെയ്തോ താല്പര്യമില്ലെങ്കിൽ കേട്ടോ. 3, 4 ഇതന്നെയായിരുന്നു. 5 വെക്ടറിനെ, 5 എന്ന വെക്ടറിനെ ഞാൻ 3ലേക്കും 4ലേക്കും മാറ്റി. ഇതിന് ഞാൻ എങ്ങനെ എഴുതും? 3i + 4j. എന്തുകൊണ്ടാണ് 3i എഴുതിയേ? i എക്സിലേക്കുള്ള യൂണിറ്റ് വെക്ടർ i. അങ്ങനെയാണെങ്കിൽ ഈ അളവിനെ എനിക്ക് എങ്ങനെ എഴുതാം? 3i എന്ന് എഴുതാം. അപ്പോൾ ഈ പോയ വെക്ടറിന്റെ ഒരു യൂണിറ്റ് വെക്ടർ കൊണ്ട് ഞാൻ മൾട്ടിപ്ലൈ ചെയ്യുക. എന്താണെന്നറിയോ? ഈ വെക്ടർ, ഇതിന്റെ റിസൾട്ട് ഈ ഡയറക്ഷനിലേക്കാണ് കാണിക്കാൻ വേണ്ടി മാത്രം നൈസായിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. എന്താ ഗുണമെന്നറിയോ? ഇവന്റെ മാഗ്നിറ്റ്യൂഡ് എത്രയാ? 1. കണ്ടോ, മാഗ്നിറ്റ്യൂഡ് 1. അപ്പം ഞാൻ ഇവനെ ഒന്നുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് എന്തെങ്കിലും സംഭവിക്കില്ല. പക്ഷെ ഞാൻ ഇവന് പറഞ്ഞു കൊടുത്തു, നിന്റെ ഈ റിസൾട്ട് ഡയറക്ഷൻ വേണം. ആ ഡയറക്ഷൻ എങ്ങടാ? ഇങ്ങടാണ്. കണ്ടോ, ഞാൻ യൂണിറ്റ് വെക്ടറോട് മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ ഇതിന് ഡയറക്ഷൻ കിട്ടി. മാഗ്നിറ്റ്യൂഡ് നല്ല മാറ്റം വന്നു ഇല്ല, കാരണം ഇതിന്റെ മാഗ്നിറ്റ്യൂഡ് എത്രയാ? 1. ഓക്കെ, ഇനി ഇതെങ്ങനെ ചെയ്യാം എന്ന് നോക്കാം നമുക്ക് കേട്ടോ. എ ക്രോസ് ബി എങ്ങനെ ചെയ്യുന്ന വെച്ചാൽ, ഈ എ ഡോട്ട് ബി എങ്ങനെ ചെയ്താൽ നമ്മൾ ഡോട്ട് 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 ഇതേ ഡോട്ട് കൂട്ടുമല്ലേ ചെയ്തേ? മാഗ്നിറ്റ്യൂഡ് ഓഫ് എ കണ്ടുപിടിച്ചു, മാഗ്നിറ്റ്യൂഡ് ഓഫ് ബി കണ്ടുപിടിച്ചു, അല്ലെങ്കിൽ കോസ് തീറ്റ എടുത്താലും മതിയായിരുന്നു. ഇവിടെ അങ്ങനെ പറ്റില്ല, ഒരു നോർമൽ വെക്ടർ നമുക്ക് പണിയാണ്. നമുക്ക് ആദ്യമേ ഇവൻ്റെ ഇതെങ്ങനെ ക്രോസ് പ്രോഡക്റ്റ് ചെയ്യും നോക്കാം. അതിനു വേണ്ടി ഇച്ചിരി പണിയാണ് മക്കളെ ഈ ക്രോസ് പ്രോഡക്റ്റ്. മടുത്തോ? അടുത്ത വീഡിയോ സ്കിപ്പ് ചെയ്ത് ഇച്ചിരി വെള്ളം കുടിച്ചു പോയോ? വെള്ളം കുടിച്ചോ? ഉഷാറായോ? നോക്കിയോ, ഇത് ചെയ്യാൻ വേണ്ടി i j k i cap j cap k cap എന്ന് എഴുതി. ഈ വെക്ടർ അതായത് ആ 2, 3, 4. ഇനി ഈ വെക്ടർ 3, 2, 5 എഴുതിയോ? ഇനിയാണ് കളി. എ ക്രോസ് ബി എന്ന് പറഞ്ഞ സാധനം ഈസ് ഈക്വൽ ടു, ആദ്യം എന്താ ചെയ്യേണ്ടതെന്നറിയോ? ഐനെ എടുക്കാം, ഐ. എന്നിട്ട് ഈ വശോ മറന്നു കളയാം. ബാക്കി ആരൊക്കെ ഉണ്ട്? ഇത്രയും ഭാഗമല്ലേ? ഇത്രയും ഭാഗത്തിൽ ഇങ്ങനെ നമ്മൾ എക്സ് അങ്ങനല്ലേ വരയ്ക്കുന്നത്? ഓക്കെ, എക്സ് എന്ന് കേട്ടപ്പോ 3 × 5 മൈനസ്
4 ഇൻറ്റു 2 പ്ലസ്, ശ്രദ്ധിക്കണം, പ്ലസ് കേട്ടോ, ഞാൻ എന്നാ പറയുന്നത് പ്ലസ്. അപ്പോൾ നമ്മൾ എപ്പോഴും വലതുവശത്തേക്കായിട്ട് പോകണം കേട്ടോ. നോക്കൂ, പ്ലസ് ജെ ഇൻറ്റു ജെൻ്റെ കോളവും ജെൻ്റെ റോയും മറന്നു വേണം. ഇതിനെ പറഞ്ഞവരാ റോ, ഇതിനെ പറഞ്ഞവരാണ് കോളം. അപ്പൊ ജെൻ്റെ ഈ റോയും ഈ കോളവും മറന്നു വേണം. ബാക്കി ആരൊക്കെയുണ്ട്? 2, 4, 3, 5. ഓക്കെ, ഇവിടം കഴിഞ്ഞാൽ പിന്നെ ഇവൻ, ഇവിടം കഴിഞ്ഞാൽ പിന്നെ ഇവൻ, ഇവിടം കഴിഞ്ഞാൽ പിന്നെ ആരാ? ഇവൻ ഇവിടെ ഉണ്ട് എന്ന് വിചാരിക്കണം കേട്ടോ. എന്നിട്ട് നമ്മൾ ജെ ഇട്ടല്ലോ, ജെ ഇട്ടതിന് ശേഷം നമ്മൾ കുറച്ചും തന്നെ ചെയ്തേ, ഐയുടെ കോളവും റോയും മാറ്റിയിട്ട് നമ്മൾ ഇങ്ങോട്ടേക്കാണ് നോക്കി, വലതുവശത്തേക്കാണ് നോക്കി. എന്നിട്ട് ഇതേ ഇൻറ്റു ഇത് മൈനസ് ഇതേ ഇൻറ്റു ഇതാണ്. ജെ മാച്ച് കളഞ്ഞാൽ പിന്നെ ഇവന്റെ വലതുവശത്തേക്ക് ആരെങ്കിലും ഉണ്ടോ? ഇല്ല. അപ്പൊ ഇവൻ ചെയ്യണം, ഇവന്റെ വലതുവശത്തെ ആരുണ്ടെന്ന്? ഇവൻ ഉണ്ടെന്ന്, അതായത് 2ഉം 3ഉം ഉണ്ടെന്ന്. അപ്പൊ നമ്മൾ പ്ലസ് ജെ ഇൻറ്റു 4 ഇൻറ്റു 3 കേട്ടോ, 4 ഇൻറ്റു 3, 4 ഇൻറ്റു 3 മൈനസ് 5 ഇൻറ്റു 2 മാറ്റിച്ചറിയാം. അടുത്തത് പ്ലസ് കെ ഇൻറ്റു കെൻ്റെ കോളവും റോയും കളഞ്ഞു, ഇങ്ങോട്ട് പോവാം. ഓക്കെ, 2, 3, 3, 2 എത്തി. ഇവിടെ എന്ത് അപ്ലൈ ചെയ്യണം? എക്സ്, 2 ഇൻറ്റു 2 മൈനസ് 3 ഇൻറ്റു 3 കഴിഞ്ഞു. ഇത്രയോ? 15 മൈനസ് 8 പ്ലസ് ജെ 4 ഇൻറ്റു 3 എത്രയാ? 12 മൈനസ് 10 പ്ലസ് കെ ഇൻറ്റു 2 ഇൻറ്റു 2 4 മൈനസ് 3 ഇൻറ്റു 3 9 ഐ ഇൻറ്റു 15 മൈനസ് 8 എത്രയാ? 7 പ്ലസ് ജെ ഇൻറ്റു 12 മൈനസ് 10 എത്രയാ? 2 പ്ലസ് കെ ഇൻറ്റു 4 മൈനസ് 9 എത്രയാ? -5. അതായത് 7i ക്യാപ് പ്ലസ് 2j ക്യാപ് മൈനസ് 5k ക്യാപ്. ഇതാണ് എൻ്റെ ആൻസർ. ഇത്രയും സമാധാനമായോ? ഇനി ഈ ഒരു കണക്ക് തന്നെ നിങ്ങൾക്ക് ഒത്തിരി സംശയങ്ങൾ, നിങ്ങൾ വീഡിയോ കുറച്ച് ബാക്ക് അടിച്ചിട്ട് പിന്നെയും കാണും. ഞാൻ പിന്നെ പറഞ്ഞ ആവശ്യമില്ലോ, വീഡിയോ ലെങ്ത് ആയി പോകും. ശ്രദ്ധിച്ചിരുന്നോ? ഒരു പ്രശ്നം വരാൻ വഴിയുണ്ട്. നിങ്ങൾ ഇത് പഠിച്ചിട്ട് ക്ലാസ് ചെന്ന് കഴിയുമ്പോണ്ടല്ലോ, ഇത് ഇങ്ങനെ കാണും, എ ക്രോസ് ബി ഈസ് ഈക്വൽ ടു ഐ ഇൻറ്റു, അവിടെ കുഴപ്പമില്ല, 3 ഇൻറ്റു 5 മൈനസ് 4 ഇൻറ്റു 2, 3 ഇൻറ്റു 5 മൈനസ് 4 ഇൻറ്റു 2, അവിടെ കുഴപ്പമില്ല. അടുത്തല്ല പ്രശ്നം, മൈനസ് എന്നതാ? മൈനസ് ജെ ഇൻറ്റു, ചിലപ്പോൾ ക്ലാസ്സിൽ പഠിപ്പിക്കും, ഇതിൻ്റെ റോയും ഇതിൻ്റെ കോളവും ഒഴിവാക്ക്, ഇതിൻ്റെ കോളവും ഇതിൻ്റെ റോയും ഒഴിവാക്ക്, ബാക്കി ആരൊക്കെയുണ്ട്? 2, 4, 3, 5. അപ്പോൾ ഇതിനെ എക്സ് അപ്ലൈ ചെയ്തോ, 2 ഇൻറ്റു 5 മൈനസ് 2 ഇൻറ്റു 5 മൈനസ് ബാക്കി ആരൊക്കെയുണ്ട്? 4 ഇൻറ്റു 3, 4 ഇൻറ്റു 3 പ്ലസ് അടുത്തത് കെൻ്റെ കോളവും റോയും ഒഴിവാക്കിയോ, 2 ഇൻറ്റു 2 മൈനസ് 3 ഇൻറ്റു 3. ഇവിടെ നോക്കിയേ, ഐയും ഈ കെയും നമ്മൾ പഠിച്ച ഒക്കെ സെയിം. ഇത് എൻ്റെ മെത്തേഡ് കേട്ടോ, ഞാൻ ഇങ്ങനെ ചെയ്യാറ്. എന്നെ പഠിപ്പിച്ച വാസവൻ സാറായി പഠിപ്പിച്ചത്, സാറിൽ സൂപ്പറായി പഠിപ്പിച്ചത്. ഞാൻ ഇതെവിടെ പഠിക്കുന്നല്ലോ, നമ്മൾ മെട്രിക്സ് ഡിറ്റർമിനന്റിൽ പഠിക്കും +2. അപ്പോൾ അവിടെ നമ്മൾ ഇതാണ് ചെയ്യുക. അപ്പം അതുകൊണ്ട് നമ്മൾ ഇതാണ് ചെയ്യാൻ വഴിയുള്ളത്. ഞാൻ ആദ്യം പഠിപ്പിച്ചപ്പോൾ അങ്ങനെ എടുക്കുന്നേ ഉള്ളൂ, എല്ലാം പ്ലസ്സാ, ടെൻഷൻ അടിക്കണ്ട കേട്ടോ. ഇവിടെ ഐ എടുത്തു, ഇവിടെ മൈനസ് എടുത്തു, പ്ലസ് എടുത്തു, അടുത്ത മൈനസ് എടുത്തു, അങ്ങനെ പോകുന്ന കണക്കുകളുണ്ട്. നമുക്ക് അത്രയ്ക്കല്ലോ, 3 ഉള്ളൂ.
3 ഇൻറ്റു 3 അല്ലേ, അതിന് വലുത് നമുക്ക് പഠിക്കാനില്ല. എന്തുകൊണ്ടാണ് മൈനസ് വന്നത്? പക്ഷെ ഇവിടെ മൈനസ് അവിടെ പ്ലസ് ശരിയാകുമോ? ശരിയാകും. നോക്കി, ഇവിടെ ഞാൻ മൈനസ് എടുത്തിട്ട് ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഇവിടെ നിങ്ങൾ ഇതിൻ്റെ കോളവും ഇതിൻ്റെ റോയും ഒഴിവാക്കിയതിന് ശേഷം വലതുവശത്തേക്ക് നോക്കണം. ഇതിൻ്റെ വലതുവശത്ത് ആരാ ഉള്ളത്? ഇവനാ ഉള്ളത്. 2ഉം 3ഉം. എന്നിട്ട് 4 ഇൻറ്റു 3 മൈനസ് 5 ഇൻറ്റു 2 ചെയ്യണമെന്ന് പറഞ്ഞില്ലേ? അത് ചെയ്തില്ല എങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഈ ജെ എടുത്തിട്ട് അവിടെ എന്ത് ചെയ്താൽ മതി? മൈനസ് ഇട്ടാൽ മതി. എന്നിട്ട് അതിൻ്റെ കോളവും റോയും ഒഴിവാക്കിയിട്ട് ബാക്കിയുള്ളതിനെ എക്സ് അപ്ലൈ ചെയ്താൽ മതി. അങ്ങനെ പിന്നെ നമ്മൾ എല്ലാം എക്സ് 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 അപ്ലൈ ചെയ്തിട്ട് പോകുള്ളൂ. നമ്മൾ നോക്ക് ശരിയാകും. 4 ഇൻറ്റു 3 മൈനസ് 5 ഇൻറ്റു 2 എത്ര കിട്ടി? 12 മൈനസ് 10 2 കിട്ടിയില്ലേ? ബാക്കിയെല്ലാം സെയിം അല്ലേ? ഈ കെയുടെ ഹൈഡ് ഒക്കെ നമ്മൾ സെയിമാണ്, നമ്മളും ഇതൊക്കെ സെയിമാണ്. ഇതല്ലേ പ്രശ്നം, നമുക്ക് ശരിയാകുന്നു. ഇവിടെ നോക്കി, ഇവിടെ മൈനസ് ജെ ഇൻറ്റു 2 ഇൻറ്റു 5 എത്രയാണ്? 10 മൈനസ് 4 ഇൻറ്റു 3 എത്രയാണ്? 12 മൈനസ് ജെ ഇൻറ്റു 10 മൈനസ് 12 എത്രയാണ്? മൈനസ് 2 മൈനസ് ജെ ഇൻറ്റു മൈനസ് 2 എത്രയാണ്? 2j. പ്ലസ് അല്ലേ? പ്ലസ് 2j മൈനസ് ജെ ഇൻറ്റു മൈനസ് 2 പ്ലസ് 2j. അപ്പോൾ എൻ്റെ ആൻസർ എന്ത് വരും? ഇത് 7i പ്ലസ് 2j പ്ലസ് 2j 2 2 4 മൈനസ് 9 മൈനസ് 5 കെ. കണ്ടോ, ഇവനും സെയിമാണ്. പ്രശ്നം ഇവിടെയല്ലേ? ഇത് സെയിമാണ്. അപ്പം മെത്തേഡ് ഏതാണേലും ആൻസർ സെയിം കിട്ടും. ഇവിടെ മൈനസ് എടുത്താലും വേണ്ടില്ല, പ്ലസ് എടുത്താലും വേണ്ടില്ല. പ്ലസ് എടുത്താൽ ആലോചിക്കണം, പിന്നെയും പറയുക, ഇവന്റെ കോളവും റോയും ഒഴിവാക്കി കിട്ടിക്കഴിഞ്ഞാൽ കിട്ടി ഇവനെ കിട്ടാം അല്ലേ? നമ്മളിപ്പോൾ വലതുവശത്തേക്ക് ഒന്നിച്ചു പോകുന്നത്. അപ്പോൾ ഇവനെ എടുത്ത് ഇങ്ങോട്ടേക്ക് എടുത്തു. +2 നമ്മൾ മെട്രിക്സിന്റെ ഭാഗത്ത് നമ്മൾ ഇതൊക്കെ ടെസ്റ്റിലുണ്ട്. ഈ റൂളൊക്കെ വേറെ റൂൾ അവിടെ ഇല്ല, വേറൊരു പരിപാടി ഇല്ല. എളുപ്പം കാണാൻ പറ്റും. IJ എന്നൊക്കെ എഴുതിയിട്ട് നിങ്ങൾ പിന്നെ ഒരു IJK അല്ല, പിന്നെ I2 3 അവിടെ IL എഴുതാം, അവിടെ മെട്രിക്സ് അവിടെ ഒരു വാല്യൂ എഴുതാം. പിന്നെ ഈ 2 വാല്യൂ ഒന്നും കൂടി എഴുതും, J3 2. അല്ലെ ഇങ്ങനെ 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 കുടിച്ചു പോകും, ഇങ്ങനെ കുടിച്ചു പോകും. അത് ഞാൻ പറഞ്ഞ ക്രാമേഴ്സ് റൂൾ കേട്ടോ. അപ്പം ഞാനിപ്പോൾ അതാ ശരിക്കും പറഞ്ഞാൽ ഇടയ്ക്ക് വെച്ചൊന്ന് വലതുവശത്തേക്ക് എടുത്തിട്ടെ, അങ്ങനെ എനിക്ക് ഇത് കിട്ടി. ഏത് മെത്തേഡാണെങ്കിലും സെയിം തന്നെ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള മെത്തേഡ് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യും. വെക്റ്റർ പ്രൊഡക്റ്റ് അല്ലേ, ഇച്ചിരി പാടല്ല നമുക്ക് പഠിക്കാൻ. നമുക്ക് 2 പ്രോബ്ലം ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് കിട്ടും. ക്വസ്റ്റ്യൻ തന്നേക്കാണ്, ഒരു ബോഡിയിൽ 2 ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ഫോഴ്സ് ഒക്കെ ആക്ട് ചെയ്യുന്നുണ്ട്. നിങ്ങളോട് ചോദിച്ചേക്കുന്നത് ടോർക്കാണ് ചോദിച്ചേക്കുന്നത് കേട്ടോ. ഞാൻ എഴുതാം. ഫോഴ്സ് എത്രയാണെന്നറിയോ? 2i പ്ലസ് 3j. ഓക്കെ, യൂണിറ്റ് വെക്ടർ ആണേ. 3j മൈനസ് k ന്യൂട്ടൺ. ഇതാണ് ഫോഴ്സ് വെക്ടർ. ഈ വെക്ടർ തന്നേക്കുന്നത് i മൈനസ് j പ്ലസ് 6k മീറ്റർ. അങ്ങനെയാണെങ്കിൽ ടോർക്ക് എത്രയാണെന്ന് ചോദിച്ചേക്കുന്നത്. ഈ ബോഡിയിൽ ആക്ട് ചെയ്യുന്ന ടോർക്ക് എത്രയാണ്? ടോർക്കിൻ്റെ ഇക്വേഷൻ എന്താണെന്ന് ചോദിച്ചാൽ, ഞാൻ കുറച്ചൊന്നും പറഞ്ഞ ഓർമ്മയുണ്ടോ? ഞാൻ പറഞ്ഞ F ക്രോസ് R എന്നാണ് പറഞ്ഞത്. ശരിക്കും ടോർക്ക് എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ് കേട്ടോ. ഇത് 6 2 ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ഫോഴ്സ് ഉണ്ടെങ്കിൽ ഈ ബോഡി എന്ത് ചെയ്യുന്നത്? ഒരു സർക്കുലർ മോഷൻ അല്ലേ, എൻ്റെ റേഡിയസ് ആയിട്ട്. അപ്പോൾ R ക്രോസ് F എന്നൊക്കെ പറഞ്ഞാൽ ഇക്വേഷൻ. അതൊക്കെ നമ്മൾ റൊട്ടേഷൻ മോഷൻ വ്യക്തമായിട്ട് നമ്മൾ പഠിക്കുന്നു. ടോർക്ക് ഇസ് ഈക്വൽ ടു R ക്രോസ് F. അയ്യോ, R ക്രോസ് F എങ്ങനെ കാണും? IJK മാർക്ക് ചെയ്തു. R ക്രോസ് F ആണ്. അപ്പം ഞാൻ R ആദ്യം എഴുതണം. 1i മൈനസ് 1, പിന്നെ ആരാ ഉള്ളത്? 6 2 3 മൈനസ് 1. I എഴുതി. ഐയുടെ കോളവും റോയും ഒഴിവാക്കി ആരൊക്കെയുണ്ട്? ഇവര് -1 ഇൻറ്റു -1 1 മൈനസ് 3 ഇൻറ്റു 6 18. അടുത്ത മൈനസ് ജെ ഇട്ടു. എന്നിട്ട് ഞാൻ ഇത് എടുക്കുന്നത് കേട്ടോ.
1 into minus 1 minus 6 into 2 12. നിങ്ങൾ പ്ലസ് ജെ എടുക്കുന്നെങ്കിൽ എന്ത് വരും? ഇവന്റെ അപ്പുറത്ത് ആരൊക്കെ ഉണ്ട്? 1 ഉം 2 ഉം ശരിക്കും 6 into 2 മൈനസ് 1 into minus 1. ഇത് തിരിഞ്ഞു വരും. അത്രയേ ഉള്ളൂ. ഓക്കെ, അടുത്ത പ്ലസ് കെയുടെ കോളം പോയി ഒഴിവാക്കിയാൽ 1 into 3 3 minus 1 into 2 minus 2 into k. 1 minus 17i minus 1 minus 12 minus 13 into minus j 13j plus 5k 3 minus 2. ഇതാണ് എന്ത്? ടോർക്ക്. മൈനസ് 17i പ്ലസ് 13j പ്ലസ് 5k. അതിനല്ലേ കിട്ടിട്ട് നോക്കട്ടെ. അതെ, യൂണിറ്റോ ആറിന്റെ യൂണിറ്റ് എന്നതാ മീറ്റർ അല്ലേ, ഫോഴ്സിന്റെ യൂണിറ്റ് എന്നതാ ന്യൂട്ടൺ അല്ലേ, അതിന്റെ ഗുണമല്ലേ ഇത്. അപ്പോൾ ഇത് വരും ന്യൂട്ടൺ മീറ്റർ. ഓക്കെ, ഇതാണ് ടോർക്ക്. അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യുന്നതിന് മുമ്പായിട്ട് ഒരു കുഞ്ഞു കാര്യം അറിയാനുണ്ട്. നമ്മൾ ഓൾറെഡി പറഞ്ഞതാ, എന്നാലും ഞാൻ ഒന്നും കൂടി ഓർമ്മിപ്പിക്കുക. അവിടെ നോക്കിക്കോ, നമ്മുടെ പഴയ അത് സെയിം ഡയഗ്രാം. അഞ്ച് ന്യൂട്ടൺ മാഗ്നിറ്റ്യൂഡ് ഒരു വെക്ടർ. അതിനെ ഞാൻ രണ്ടാക്കി തിരിച്ചു. എക്സിലേക്കും വൈയിലേക്കും ഉള്ള ആൾക്കാരെ ഞാൻ മാർക്ക് ചെയ്തു. ഇത് 4, ഇത് 3 കേട്ടോ. എക്സിൽ 4 ഉണ്ട്, ഇതിൽ 3 ഉണ്ട്. റൂട്ട് ഓഫ് 4 സ്ക്വയർ പ്ലസ് 3 സ്ക്വയർ റൂട്ട് ഓഫ് 25 5 കിട്ടിയില്ലേ? ഓക്കെ, ഇത് ഞാൻ എങ്ങനെ വെക്ടർ ഫോമിൽ എഴുതും? എക്സിൽ 4 ഉണ്ട് പ്ലസ് വൈയിൽ 3 ഉണ്ട്, 4i പ്ലസ് 3j. ഇതാണ് വെക്ടർ. ഈ വെക്ടറിന്റെ പേര് സി വെക്ടർ. മാഗ്നിറ്റ്യൂഡ് ഓഫ് സി എന്നതാണ് റൂട്ട് ഓഫ് 4 സ്ക്വയർ പ്ലസ് 3 സ്ക്വയർ. എത്രയാ? റൂട്ട് ഓഫ് 25. എത്രയാ? 5. അതാണ് 5. ഈ വെക്ടറാണ് 4i പ്ലസ് 3j എന്ന് പറഞ്ഞ വെക്ടർ. റൂട്ട് ഓഫ് 25. നോക്കിയാൽ മതി. സി വെക്ടർ ഡിവൈഡഡ് ബൈ മാഗ്നിറ്റ്യൂഡ് ഓഫ് സി വെക്ടർ. ഇതേ ഡിവൈഡ് ബൈ ഇത് ചെയ്യുക. 5 എന്നാ കിട്ടുക? 4i പ്ലസ് 3j ഡിവൈഡ് ബൈ 5. ഇതുവഴി ഞാൻ വെക്ടറിന്റെ ഡിവിഷനും കൂടി എടുക്കുക കേട്ടോ. ഡിവിഷനോട് വേറെ വീഡിയോ ഒന്നും ഉണ്ടാക്കാനില്ല, ഇത്രയേ ഉള്ളൂ. ഒരു സ്ക്വയർ വാല്യൂ വെച്ച് ഡിവൈഡ് ചെയ്യും. ഓക്കെ, ഒരു വെക്ടർ ഡിവൈഡ് ബൈ സി വെക്ടർ ഡിവൈഡ് ബൈ ഒരു വാല്യൂ വെച്ചിട്ട് ഡിവൈഡ് ചെയ്യുക. ഇവിടെ എടുത്തത് മാഗ്നിറ്റ്യൂഡ് ഓഫ് സി ആണെന്നേ ഉള്ളൂ. എന്ത് വരും? രണ്ടിനും ബാധകം. 4/5i പ്ലസ് 3/5j. എന്താ ഇതിന്റെ പ്രത്യേകത നോക്കിയോ? ഞാൻ ഇവന്റെ മാഗ്നിറ്റ്യൂഡ് അളക്കുക. ആരുടെ? ഇവന്റെ മാഗ്നിറ്റ്യൂഡ്. എങ്ങനെയാണ് മാഗ്നിറ്റ്യൂഡ് അളക്കുന്നത്? ഈ ഭാഗം റൂട്ട് ഓഫ് ഈ ഭാഗം സ്ക്വയർ പ്ലസ് ആ ഭാഗം. മാഗ്നിറ്റ്യൂഡ് ഓഫ് ഈ സി വെക്ടർ ഓൾ ഡിവൈഡഡ് ബൈ സി വെക്ടർ. മാഗ്നിറ്റ്യൂഡ് ഓഫ് സി വെക്ടർ. ഇതിന്റെ മാഗ്നിറ്റ്യൂഡ് എടുക്കുന്നത്. ഇതിന്റെ മാഗ്നിറ്റ്യൂഡ്. ഇതാണ് വെക്ടർ. ഇവിടെ ഇതൊരു വെക്ടറാണ്. ഞാൻ പേര് ഇപ്പോൾ കൊടുക്കുന്നില്ല. ഇതൊരു വെക്ടറാന്ന് എടുക്കും. റൂട്ട് ഓഫ് 4/5 ഹോൾ സ്ക്വയർ പ്ലസ് 3/5 ഹോൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 16/25 പ്ലസ് 9/25. എത്രയാ? അടി രണ്ട് സെയിം അല്ലേ? അപ്പോൾ 16 9 25 ഡിവൈഡ് ബൈ 25 റൂട്ടില്ലേ? 25/25 വെട്ടിപ്പോയി. റൂട്ട് ഓഫ് 1 ഈസ് ഈക്വൽ ടു 1. നോക്കി, ഇവന്റെ ഈ വെക്ടറിന്റെ മാഗ്നിറ്റ്യൂഡ് എത്രയാ? 1. മാഗ്നിറ്റ്യൂഡ് 1 ആയതിനെ പറഞ്ഞ പേരാണ് എന്ത്? നമ്മള് യൂണിറ്റ് വെക്ടർ. ഇതെന്ത് പേര് കൊടുക്കും? യൂണിറ്റ് വെക്ടർ. നമ്മൾ ഇത്ര ദിവസം പഠിച്ചിരുന്നത് എക്സിലേക്ക് i, വൈയിലേക്ക് j, ഇസഡിലേക്ക് k എന്നാണ്. അപ്പൊ ഇത് ഏത് യൂണിറ്റ് വെക്ടറാണ്? ഇത് ഏത് യൂണിറ്റ് വെക്ടറാന്ന് ചോദിച്ചാല്
സി വെക്ടർ ഡിവൈഡഡ് ബൈ മാഗ്നിറ്റ്യൂഡ് ഓഫ് സി ആ ചെയ്തത്. സി വെക്ടറിനെ അതിന്റെ മാഗ്നിറ്റ്യൂഡ് കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ എനിക്ക് യൂണിറ്റ് വെക്ടർ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഈ യൂണിറ്റ് വെക്ടർ എങ്ങോട്ടേക്കുള്ളതാന്ന് ചോദിച്ചാൽ സി ക്യാപ്. സി വെക്ടർ ഇതല്ലേ വെക്ടർ സി, സി വെക്ടറിലേക്കുള്ള യൂണിറ്റ് ക്യാപ്, യൂണിറ്റ് ക്യാപ് അല്ല യൂണിറ്റ് വെക്ടർ കേട്ടോ. ഇതാണ് ഈ ഒരൊറ്റ വെക്ടർ ഇതിന്റെ ഡയറക്ഷൻ ഒക്കെ തരും നമുക്ക്. അതാണ് നമ്മൾ ഈ ക്യാപ് ഇട്ട് വിളിക്കുന്നത്. ഏറ്റവും എടുക്കുന്ന ഈ കുടുംബത്തിലെ ഏറ്റവും ചെറിയ ചെക്കൻ, ഈ കുടുംബത്തിന്റെ എല്ലാ പ്രോപ്പർട്ടിയും കാണിച്ചു തരും. അതുകൊണ്ട് ഒരു തൊപ്പി വെച്ച് കൊടുത്തു, അത്രേ ഉള്ളൂ. അപ്പൊ ഇതാണ് എന്ത് സി ക്യാപ് എന്ന് പറഞ്ഞ വെക്ടർ. അപ്പൊ നമുക്ക് ഒരു വെക്ടർ ഉണ്ടെങ്കിൽ ആ വെക്ടറിന്റെ ഡയറക്ഷനിലേക്കുള്ള യൂണിറ്റ് വെക്ടർ കാണാൻ ചോദിച്ചാൽ നമുക്ക് ആ വെക്ടർ ഡിവൈഡഡ് ബൈ അതിന്റെ തന്നെ മാഗ്നിറ്റ്യൂഡ് കണ്ടോ. സി വെക്ടർ ഡിവൈഡഡ് ബൈ അതിന്റെ മാഗ്നിറ്റ്യൂഡ്. മാഗ്നിറ്റ്യൂഡ് എങ്ങനെ കാണുന്നത്? റൂട്ട് ഓഫ്. ഓക്കെ, അപ്പൊ നമുക്ക് ഇതറിയാമെങ്കിൽ അടുത്തൊരു കണക്ക് ചെയ്യാം. ചെയ്തോ. ഫൈൻഡ് എ യൂണിറ്റ് വെക്ടർ perpendicular to a vector is equal to 2i plus 3j plus k cap and b vector is equal to i vector minus j vector, I cap minus j cap plus k cap both. ചോദിച്ചേക്കുന്നത് ഇവിടെ നമ്മൾ ചോദിച്ചേക്കുന്നത് യൂണിറ്റ് വെക്ടർ കാണണ്ടേ. ഒന്നാമത്തെ കാര്യം എവിടുത്തെ ഈ വെക്ടറിനും പെർപെൻഡിക്കുലർ ആയിട്ട്, ഈ രണ്ട് വെക്ടറിനും പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഡയറക്ഷനിൽ എന്ത് കാണാൻ? യൂണിറ്റ് വെക്ടർ കാണാൻ ചോദിച്ചേക്കുന്നത്. യൂണിറ്റ് വെക്ടർ ജസ്റ്റ് പഠിച്ചോളൂ, അപ്പോഴേക്കും ചോദിച്ച ക്വസ്റ്റ്യൻ കണ്ടോ, ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ളത് ഒന്നുമില്ല. ഈ സമ്മാനം അറിയോ? ഇവിടെ വായിക്കാം നമ്മളെ വെക്ടർ എ ക്രോസ് വെക്ടർ ബി നമുക്ക് എന്നാ തരുന്നത്? മാഗ്നിറ്റ്യൂഡ് ഓഫ് എ മാഗ്നിറ്റ്യൂഡ് ഓഫ് ബി സൈൻ തീറ്റ, അതൊക്കെ ഓക്കെ. അതിനുശേഷം എന്നാ എൻ ക്യാപ്. എന്തിനാ നമ്മൾ എൻ ക്യാപ് ഇട്ട് മൾട്ടിപ്ലൈ ചെയ്തേ? ഇതിന്റെ റിസൾട്ട് എന്നതാണ് എ ക്രോസ് ബിന്റെ റിസൾട്ട് എന്നതാണ്. ഒരു വെക്ടർ ഇങ്ങോട്ട് ഉണ്ട് എ, വേറൊരു വെക്ടർ ഉണ്ട് ഇങ്ങോട്ട് ബി. ഇതിനെ തമ്മിൽ പരസ്പരം എ ക്രോസ് ബി ഇങ്ങനെ ചെയ്യാം. വെക്ടർ എ വെക്ടർ ബി എ ക്രോസ് ബി. എൻ്റെ ആൻസർ എന്നതാണ്? എന്താ കിട്ടുന്നത്? എൻ്റെ ആൻസർ ഈ രണ്ട് വെക്ടറിനും പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഒരു വെക്ടറാണ് കിട്ടുന്നത്. നമ്മൾ കുറച്ച് മുമ്പ് ടോർക്കിന്റെ ഒരു ഇക്വേഷൻ ചെയ്തില്ലേ, ടോർക്കിന്റെ കണക്ക്. അതിന്റെ ആൻസർ എന്ന് പറഞ്ഞാൽ എന്താ? ആർ ക്രോസ് എഫിന്റെ ആൻസർ അല്ലേ ടോർക്ക്. ഇതിന്റെ ആൻസർ എന്ന് പറഞ്ഞാൽ എനിക്ക് കിട്ടുന്ന ആ വാല്യൂ ഈ ഇതുണ്ടോ, കുപ്പി അടപ്പ് തുറക്കുന്ന പരിപാടി, ഫോഴ്സ് ഇത്, ഡിസ്റ്റൻസ് ഇത്. അപ്പൊ ഇതിൽ തുറക്കാൻ നേരത്ത് ഞാൻ ഈ ഫോഴ്സ് അപ്ലൈ ചെയ്യാൻ അതിന്റെ റിസൾട്ട് എങ്ങോട്ടേക്കാണ്? ഇങ്ങനെ. അപ്പൊ എൻ്റെ ആൻസർ എങ്ങനെയാണ് വരുന്നത്? ഈ രണ്ട് പ്ലെയിനും പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഒരു ആൻസർ എനിക്ക് കിട്ടുന്നത്. അപ്പൊ എനിക്ക് ഇതിന് രണ്ടിനും പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഡയറക്ഷനിൽ യൂണിറ്റ് വെക്ടർ കാണാൻ ചോദിച്ചാൽ എന്നാ ചെയ്യണം? ഞാൻ ഇത് കണ്ടുപിടിക്കാം. അപ്പൊ എനിക്ക് എന്ത് കിട്ടും? ഇതിന് രണ്ടിനും പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഒരു വെക്ടർ കിട്ടും. വെക്ടർ കിട്ടിക്കഴിഞ്ഞാൽ നമുക്കറിയാം യൂണിറ്റ് വെക്ടർ കാണാൻ വേണ്ടി എന്നാ ചെയ്യണം? ആ വെക്ടറിനെ ഡിവൈഡ് ബൈ അതിന്റെ മാഗ്നിറ്റ്യൂഡ് കൊണ്ട് വിളിച്ചാൽ പോരെ, ഹരിച്ചാൽ പോരെ, അതിന്റെ മാഗ്നിറ്റ്യൂഡ് കൊണ്ട് ഹരിച്ചാൽ പോരെ, അത്രേ ഉള്ളൂ. അപ്പൊ നമുക്ക് ഇവിടെ ആദ്യമേ നമുക്ക് ഈ വെക്ടർ കാണാം, എ ക്രോസ് ബി എന്നാണ് കാണാം. അതിനെ മാഗ്നിറ്റ്യൂഡ് കൊണ്ട് ഒറ്റ കരിക്കലൊക്കെ വരിക. എ ക്രോസ് ബി കാണാനായിട്ട് പോസ് ചെയ്തോ, പെട്ടെന്ന് ചെയ്തോ, എന്നിട്ട് നോക്കിയോ ശരിയാണോ എന്ന്. ചിലപ്പോൾ എൻ്റെ തെറ്റായിരിക്കും. ഐ ജെ ഒക്കെ മാർക്ക് ചെയ്തു. 2 3 1 1 -1 1. ഓക്കെ, ഐ എടുത്തു. ഇതിൻ്റെ കോളം റോയി ഒഴിവാക്കി. 3 × 1 3 -1 × -1 -1 -j × ജെയിൻ്റെ കോളം റോയി ഒഴിവാക്കി. 2 × 1
2 മൈനസ് 1 പ്ലസ് കെ ഇൻറ്റു കോളം റോയും ഒഴിവാക്കി 2 ഇൻറ്റു മൈനസ് 1 മൈനസ് 2 മൈനസ് 3 ഇൻറ്റു 1 3. ആൻസർ ടോർക്ക്. ടോർക്കല്ല, ഇവിടെ സി വെക്ടർ, മൂന്നാമത്തെ വെക്ടർ എന്നതാ സി വെക്ടർ. 4i minus j minus 5k. Doubt? 3 minus minus 1, 3 plus 1 4, 2 minus 1 1 into minus 1 minus 1, minus 2 minus 3 minus 5 minus 5k. ഇതാണ് സി വെക്ടർ. മാഗ്നിറ്റ്യൂഡ് ഓഫ് സി വെക്ടർ ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 4 സ്ക്വയർ പ്ലസ് 1 സ്ക്വയർ പ്ലസ് 5 സ്ക്വയർ. മൈനസ് ഞാൻ കൺസിഡർ ചെയ്യേണ്ട, മാഗ്നിറ്റ്യൂഡ് കാണാൻ വേണ്ടി. അതിൻ്റെ ക്ലാസ് കഴിഞ്ഞാണല്ലോ. ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 16 25 41 അല്ലേ, 1 42 റൂട്ട് ഓഫ് 42. അപ്പോൾ യൂണിറ്റ് വെക്ടർ എലോങ് എ ക്രോസ് ബി, എ ആൻഡ് ബി, ഈ രണ്ടു പേർക്കും പെർപെൻഡിക്കുലർ ആയിട്ടുള്ള യൂണിറ്റ് വെക്ടർ ഈസ് ഈക്വൽ ടു ഈ വെക്ടർ ഹോൾ ഡിവൈഡ് ബൈ മാഗ്നിറ്റ്യൂഡ് ഓഫ് സി വെക്ടർ, which is equal to 4i minus j minus 5k divided by root 42. ഇവിടെ വെച്ച് നിർത്തിയാൽ മതി. അതല്ലെങ്കിൽ ഈ ഓരോന്നിനും ഹരിക്കാം. 4 ഡിവൈഡ് ബൈ റൂട്ട് 42 i മൈനസ് j ഡിവൈഡ് ബൈ റൂട്ട് 42 മൈനസ് 5 ഡിവൈഡ് ബൈ റൂട്ട് 42k. ക്യാപ്പ് ക്യാപ്പ് ക്യാപ്പ്. ഇതാണ് യൂണിറ്റ് വെക്ടർ. മനസ്സിലായി വിചാരിക്കുന്നു. പ്രോബ്ലംസ് വർക്കൗട്ട് ചെയ്ത് നോക്കാം. ഓക്കെ, നമ്മുടെ വെക്ടർ പ്രൊഡക്റ്റിൻ്റെ ഏകദേശം പോർഷൻ എല്ലാം കഴിഞ്ഞു. ഇനി നമുക്ക് ബാക്കിയെല്ലാം ഉണ്ടെങ്കിൽ നമുക്ക് മോഷനെ പ്ലെയിൻ ചെയ്യാം. അതല്ലെങ്കിൽ ക്ലാസ് ചെയ്യുമ്പോൾ നിങ്ങൾ ഡൗട്ടുമായിട്ട് കൊണ്ടുവന്നാൽ മതി, നമുക്ക് ഡൗട്ട് ചെയ്ത് തീർക്കാം കേട്ടോ. അപ്പോൾ നല്ലപോലെ ഇരുന്ന് പഠിച്ചോ.